ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്ന മുന്നേ കേട്ടോ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക, എന്നാലും ഞാൻ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാൽ വീഡിയോയ്ക്ക് പോവാം. വീഡിയോൻ്റെ ഇൻട്രോ തന്നെ കണ്ണ അവിടെ കുപ്പി എന്തോന്ന് വേണമെന്ന് പറഞ്ഞിട്ട് വാശിച്ചിറക്കാം കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ഇൻട്രോ തന്നെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതായത് നമ്മളെ അൺബോക്സിങ് വീഡിയോ, ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇന്നെല്ലാവരും കണ്ടുവരും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഗിഫ്റ്റ് അൺബോക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഈ ഒരു വീഡിയോ തന്നെ ഒരു 50-49 മിനിറ്റോളം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ടിരുന്നത്. അപ്പോൾ പിന്നെയും ഞങ്ങളെ പെട്ടി പൊളിക്കൽ തുടങ്ങിയിട്ടോ. അപ്പോൾ ഉണ്ണി പിന്നെയും പൊളിച്ചു തരികയാണ്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞത് ഒരു ഫ്രൈ പാൻ ഉണ്ടായിരുന്നു, പിന്നെ ഒന്ന് വെള്ളപ്പച്ചട്ടിയിൽ അതുണ്ടായിരുന്നു. ഇത് തന്നത് എന്ന് വെച്ചാൽ ആരാന്ന് ഓർമ്മയില്ല കേട്ടോ, പേരൊക്കെ ഓർമ്മയില്ല. അതായിരുന്നു. പിന്നെന്താ അപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കുകയാണ് അതിൻ്റെ ഉള്ളിലത്തെ. അപ്പോൾ വെള്ളപ്പച്ചട്ടി ഒന്ന് പുറമെ ഉണ്ട്, എന്നാലും ഞാനൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് വെള്ളപ്പം മറിച്ചിടാനുള്ള സ്പൂൺ ഉണ്ടാവില്ലേ, അതുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ പിന്നെ ഞാൻ വണ്ണിൻ്റെ അടുത്തുനിന്ന് ശ്രീകുൻ്റെ അടുത്തുനിന്ന് കത്രികയൊക്കെ വാങ്ങി അത് പൊട്ടിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിലുള്ള സാധനം നമ്മൾ വെള്ളപ്പച്ചട്ടിയും പിന്നെ ഇതൊരു പരന്നിട്ടുള്ള പാത്രം. പിന്നെ ഉണ്ണി അവിടെ നോക്കുന്നത് അത് അച്ഛൻ്റെ അനിയൻ തന്ന ഗിഫ്റ്റാണ് തോന്നുന്നു കേട്ടോ. ഒരു കുഴൽ ചെമ്പ് എന്നൊക്കെ പറയും, മൂടിയുള്ള ടൈപ്പാണ്. പിന്നെ ആ അപ്പച്ചട്ടിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പൂണ്, നമ്മൾ അപ്പം മറിച്ചിടാനുള്ള അങ്ങനത്തെ ഒരു സ്പൂണുണ്ട് മരത്തിൻ്റെ. പിന്നെ ഒരു ചകിരി പോലത്തെ, നമ്മൾ ഫൈബറിൻ്റെ ചകിരി ഉണ്ടാവില്ലേ, അതുണ്ട്. പിന്നെ ഉണ്ടെങ്കിൽ വേറൊരു അതും പേരില്ല തോന്നുന്നു, പേരുണ്ടോയെന്ന് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ മാറി ക്യാമറമാൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. ഉണ്ണീൻ്റെ മുഖത്തേക്ക് എൻ്റെ മുഖത്തേക്ക് അങ്ങനെ മാറി ഇതാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ണി നോക്കുന്നത് ഇങ്ങനത്തെ ജ്യൂസ് ടൈപ്പ് ഗ്ലാസ്സാണ്. ഇതും ആരാ തന്നതെന്നറിയില്ല. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് ഇതാരാ, ഉണ്ണികൃഷ്ണൻ എന്നാളിനി, അത് ഞങ്ങളെ റിലേറ്റീവ് തന്നെയാണ്. ഇവിടെ തന്നെ 2-3 ആൾക്കാരുണ്ട് ഞങ്ങളെ കുടുംബക്കാർ. അപ്പോൾ അവിടുത്തെ ഏട്ടൻ്റെ വൈഫുമായിട്ട് തന്നത്, നളിനിയത്തി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ തന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിന്നർ സെറ്റാട്ടോ. അതിൽ ജഗ്ഗുണ്ട്, പിന്നെ നമ്മൾ ചായ കോഫിയൊക്കെ കുടിക്കാൻ പറ്റിയ ടൈപ്പുള്ള കപ്പുണ്ട്, പിന്നെ പ്ലേറ്റും ഉണ്ട്. അതൊക്കെയാണ് അവർ തന്ന ഗിഫ്റ്റിലുള്ളത്. ഇനി ഈ ഒരു ഗിഫ്റ്റിൽ എന്ന് വെച്ചാൽ അപ്പു തന്ന പാത്രം കേട്ടോ. ഈ 2 ടൈപ്പ് സുധേട്ടൻ്റെ കൂടെ പണിയെടുക്കണ തന്നാണ് 2 പാത്രം. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് പറഞ്ഞത് ആരാന്നറിയില്ല കേട്ടോ, തന്നത് ആരാന്നറിയില്ല. ഒരു കാസ്ട്രോളായിരുന്നു. അപ്പോൾ അത് ആരാ തന്നതെന്നറിയില്ല. ഞങ്ങൾ ഈ പേര് നോക്കുന്നത് ആരാ തന്നെന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് കേട്ടോ, അത് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് മാത്രമാണ് പേരുണ്ടോ നോക്കുന്നത്. ഞാൻ പേരുണ്ടോയെന്നൊക്കെ തിരിച്ചും മറിച്ചും അതിൻ്റെ പെട്ടിൻ്റെ മുകളിൽ നോക്കിയപ്പോൾ പേരൊന്നുമില്ല. പിന്നെ പതിവ് പോലെ നമ്മൾ പാത്രങ്ങൾ ആ ഒരു ഇതിൽ തന്നെ കവറിലിട്ടിട്ട് ഏതാണോ പെട്ടി ആ പെട്ടിയിലിട്ടിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് തന്നത് എൻ്റെ ഒരു പാപ്പനാണ്. പാപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോന്, അതായത് എൻ്റെ അച്ഛൻ്റെ അനിയനായിട്ട് വരും. അപ്പോൾ ശശിപ്പാപ്പനും ഉഷ മാമിയാണ് ഈ ഒരു ഗിഫ്റ്റ് തന്നത്. അപ്പോൾ അവരും ഞങ്ങൾക്ക് ഈ ഒരു പാത്രം ഇട്ട് തന്നത്. അപ്പോൾ അവർക്ക് 2 ആൺമക്കളാണ്. അവർ പരിപാടി കഴിഞ്ഞിട്ട് ശനിയാഴ്ച പരിപാടി കഴിഞ്ഞിട്ട് ഞായറാഴ്ച രാവിലെയാണ് അവർ പോയത്. പിന്നെ പാപ്പന് പിന്നെ ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ നേരത്തെ പോയി, ഭക്ഷണം കഴിച്ചില്ല, അതായത് ചായ കുടിച്ചിട്ടില്ല, കാൽ ചായ മാത്രം കുടിച്ച് പോയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു മിക്സി തന്നത് അമ്മമ്മ കേട്ടോ, അമ്മമ്മേൻ്റെയും അമ്മച്ചൻ്റെയും, അതായത് മാമൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൂട്ടി കെട്ടിയിട്ടുള്ളൊരു ഊരാക്കൊടുക്കുകയായിരുന്നു. ഞാൻ ആദ്യം കുറേ അവിടെ ഊരാൻ നോക്കി, അത് കിട്ടണില്ല. പിന്നെ ഞാൻ കത്രിക എടുത്ത് അവിടെ കട്ട് ചെയ്തിട്ടാണ് ഈ മിക്സി പുറത്തെടുത്തത്. അപ്പം നമ്മൾ ഇത് വീഡിയോ അപ്പോൾ അവർ കൊണ്ടുവന്നാണ്, അമ്മമ്മയും അമ്മച്ചനും കൊണ്ടുവന്നാണ്. പിന്നെ മാമൻ വരും എന്നൊക്കെ പറഞ്ഞ് പണി മാറ്റി കഴിഞ്ഞിട്ട്, പക്ഷെ മാമൻ വീട്ടിലെത്തുമ്പോൾ നേരം വൈകി അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ മാമൻ വന്നിട്ടില്ല. ഇനി മാമൻ പറഞ്ഞെങ്കിൽ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഇപ്പുറത്തെ ബോക്സിൽ അതിൻ്റെ ജാറുകളാണ് ഞാൻ തുറന്ന് നോക്കണം. അപ്പോൾ അവിടെ ടാപ്പിട്ട് ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ജാറായിട്ട് തുറന്ന് നോക്കുക. 3 ജാറുണ്ടായിരുന്നു, ചെറുത്, അതിൻ്റെ മീഡിയം, പിന്നെ ലാർജിൽ നമ്മൾ ജ്യൂസ് ഇതാക്കുന്നത്. അങ്ങനെ ജാറ് ഇതിലാക്കി വെച്ചിരുന്നു, ഓരോന്നും ഇതിലാക്കി വെച്ചിട്ടാണ്
പിന്നെ എന്താ പറയുക, അങ്ങനെ 3 ജാറായിരുന്നു അതിന് കിട്ടിയത്. അപ്പോൾ അവർ തന്ന ഗിഫ്റ്റാണ് ഈ ഒരു മിക്സി. അമ്മ പറഞ്ഞു എന്നോട് മിക്സി വാങ്ങിത്തരാമെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ആ പാത്രം കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഇതിപ്പം 4-ാമത്തെ 5-ാമത്തെ പാത്രമാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പാർട്ട് 1 കിട്ടിയിരുന്ന ആ ഒരു പാത്രം, ആ പാത്രം തന്നെയാണ്, സെയിം പാത്രം തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് കുറേ ഉണ്ട് പറഞ്ഞാൽ കുറേ ഉണ്ട്. അപ്പോൾ പിന്നെ ചേച്ചിമാരൊക്കെ പറഞ്ഞു ഓരോന്നാക്കി വെക്കാമല്ലോ, അപ്പോൾ കുറേ സാധനം വാങ്ങുകയാണെങ്കിൽ അതാക്കി വെക്കാമല്ലോ എന്ന്. അപ്പം ആ പാത്രം തുറക്കണോ ചോദിച്ചു. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് അറിയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല പറഞ്ഞു. ഞാൻ പിന്നെ എങ്ങനെയൊക്കെ എൻ്റെ ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് തുറക്കാൻ നോക്കി. അപ്പോൾ ഈ തുറക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ചേച്ചിക്ക് കൊടുത്ത്, ചേച്ചിക്കും തുറക്കാൻ പറ്റില്ല. പിന്നെ സുധിയേട്ടന് അങ്ങോട്ട് കൊടുത്ത്. പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെയോ അത് തുറന്ന് നോക്കി. പിന്നെ ഞാനത് തിരിച്ചടച്ച് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ചെമ്പ് കിട്ടിയത്. പിന്നെ അത് ആരാ തന്നതെന്നതിൻ്റെ മുകളിലും പേരില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പേരില്ലാത്തൊരു ചെമ്പാണ്. അപ്പോൾ അവിടെ നിന്ന് അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ചോറ് വയ്ക്കാൻ പറ്റിയ ചെമ്പാണ്. എൻ്റെ അടുത്ത് ഇതിൻ്റെ ചെറുതാണ്. ഞാൻ പാല് കാച്ചില്ല. ആ ചെമ്പിലാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ള ചോറ് വയ്ക്കുന്നത്, ഞങ്ങൾക്ക് മാത്രമല്ല. അപ്പം കുറച്ചും കൂടി വലിയ ചെമ്പുണ്ടെങ്കിൽ ഉപകാരമാവുമല്ലോ, കുറേ ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ ചോറുണ്ടാക്കാൻ. അപ്പോൾ അത് നല്ലൊരു ചെമ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളൊരു ഗിഫ്റ്റാണ് ഇത് ഞാൻ പൊളിക്കുന്നത്. ഇതിലും പേരില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെ പൊളിച്ച് നോക്കുന്നുണ്ട്. അതിൽ പേരുണ്ട് കേട്ടോ. ഇത് തന്ന ആളെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഉള്ളത് ഞങ്ങളിവിടെ വെണ്ടല്ലൂരിലുള്ള ഒരാളാണ് കേട്ടോ, സുലൈമാക്ക എന്ന് പറയും. അപ്പോൾ ഇവർ എന്ന് വെച്ചാൽ ഞങ്ങൾ വ്യാഴാഴ്ച ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത്. അപ്പോൾ ആ കല്യാണത്തിന് പോയപ്പോൾ തന്നെ സുധേട്ടനോട് ചോദിച്ചു, എൻ്റെ മൂത്ത മോള് പെൺകുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ, അപ്പോൾ സുധേട്ടൻ പറഞ്ഞു അവൾക്ക് കളിക്കാനുള്ള എന്താണെന്ന് ആയിരിക്കും എന്നോട് അങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങൾ കേട്ടോ. എന്നുവെച്ചാൽ ശ്രീകുട്ടിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമായി, ഇതുകൊണ്ടാട്ടോ കളിക്കണത്. പിന്നെ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഉപയോഗത്തിന് ഞാൻ ആ ചെറിയ ചീഞ്ചട്ടി അങ്ങനെയൊക്കെ കൊണ്ടുപോകും. പിന്നെ ഈ ഒരു വിളക്ക്, കിണ്ടി, അങ്ങനെ പറക്കുള്ള ഒരു സെറ്റ്, ഈ ഒരു സെറ്റ് ഞാൻ നമ്മളെ ലീവിങ്ങിൻ്റെ അവിടെയുള്ള ഷോക്കേസിൽ ഞാൻ വെച്ചിട്ടുണ്ട്, ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ശ്രീകുട്ടി പൊളിക്കുന്ന 2 കപ്പ്, പിന്നെ ചെറിയ ചെറിയ ചെമ്പ്, ചെറിയ ചീഞ്ചട്ടി, അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട് ആ ഒരു കിറ്റ് കാണാൻ. അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെയ്തു, അങ്ങനെ ചെറിയ പാത്രങ്ങൾ കണ്ടപ്പോഴേ. അപ്പോൾ ശ്രീകുട്ടിക്ക് പിന്നെ അതിലേറെ സന്തോഷമായി ഓൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ഒരു ചട്ടുകം പോലത്തെ അതൊക്കെ ഈ ഒരു കിറ്റിലുണ്ടായത് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടിക്ക് തന്നെ ഡബിൾ സന്തോഷമാണ് ഓൾക്കിത് കിട്ടിയെന്നുള്ളൊരിതിൽ, ഓൾക്ക് കൊണ്ടുവന്നാണെന്നുള്ളതിൽ. അപ്പോൾ അവരന്നേ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഗസ്റ്റിലാണ് സുധേട്ടൻ പറഞ്ഞത് ശ്രീകുട്ടിക്ക് കളിക്കാനുള്ളതായിരിക്കും. കാരണം ആ പാത്രം വെച്ച് അവിടെ അടിയും പിടിയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ശ്രീകുട്ടി അത് അപ്പോഴത്തേക്ക് ഒരു ഗിഫ്റ്റൊക്കെ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് വെച്ചാണ്. അതിന് മുന്നേ എനിക്ക് വേറൊരു ഗിഫ്റ്റ് ഇതാക്കണ്ടായിരുന്നു, പക്ഷെ അതിലും പേരില്ല. അതും നമ്മളെ ഗ്ലാസിൻ്റെ ജഗ്ഗിന്ന് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ, ഒരു കുത്തുപണിയുണ്ട്. അപ്പം ചേട്ടൻ ചോദിച്ചാൽ ഗ്ലാസ്സാണ് ചോദിച്ചപ്പോൾ ആ പൊട്ടണ ഗ്ലാസ് തന്നെയാണ് പറഞ്ഞു. അങ്ങനെ അതും, പിന്നെ അതിൻ്റെ കൂടെയുള്ള വേറൊരു പെട്ടിയിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടുതന്നെ ചായയും കോഫിയൊക്കെ കുടിക്കണം അങ്ങനത്തെ ടൈപ്പ് കപ്പ് എന്ന് പറയും, കോപ്പല്ല കപ്പ്, അതുണ്ടായിരുന്നു. അതൊരു 6 പീസ്, ഒരു ബോക്സിൽ 6 പീസ് എന്നുള്ളതിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകുട്ടി ഇവിടെ ഓരോരോ വികൃതി ഇട്ടിട്ട് ഞാൻ അവരെ വഴക്ക് പറയുന്നു കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ കാലുകൊണ്ട് ഇപ്പോൾ ചമ്മരം പണിഞ്ഞിരിക്കാനും വയ്യ, നനമ്പളിരിക്കാൻ വയ്യ, മുട്ടും കാല് വേദനിച്ചിട്ട് ഈ ടിവിന് മരുന്നടിക്കുന്നുണ്ട് വേദനയോട്. അപ്പോൾ ഞാൻ കാല് കുറേ ശരിയാക്കി ചമ്മരം പണിഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് വേദന ആകുമ്പോൾ ഒരു കാല് നോടിച്ചിട്ട് മറ്റേ കാല് ഇതാക്കിയിരിക്കും. അങ്ങനെ ഞാനിരുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീകുട്ടി വേറൊരു ഗിഫ്റ്റുമായിട്ട് വരുന്നുണ്ട്. ഇതും പേരില്ല. ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മറിച്ച് നോക്കി. അപ്പോൾ ശ്രീകുട്ടി പറഞ്ഞു അമ്മ അതിൽ പേരില്ല പറഞ്ഞിട്ട് അവൾക്ക് പൊളിക്കണം പറഞ്ഞിട്ട് അവൾ ഇതാക്കി. അപ്പോൾ ഞാൻ അവളെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു പൊളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്ന് വെച്ചാൽ നമുക്കൊരു ക്ലോക്കാണ് കേട്ടോ. അപ്പോൾ 2ാമത്തെ ക്ലോക്കാണ് ഇത്. പിന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേലുണ്ടായിരുന്ന ബാറ്ററി കാര്യങ്ങൾ ടൈം ഇത് എത്രയായി, ഞങ്ങൾ 3:30 ഒക്കെ ആകുമ്പോൾ തുടങ്ങിയാണ്, 1 മണിക്കൂറോളം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് സുരേഷ് വർണ്ണാക്കര, അത് ഞങ്ങൾ ഇതന്നെ നമ്മളെ റിലേറ്റീവ് തന്നെ. അപ്പോൾ അവർ തന്ന ഗിഫ്റ്റാണ് ഇട്ടത്. ഒരു മൂടിയും ഇതൊക്കെയുള്ള ചെമ്പ്. ഇതും നമുക്ക് 2ാമത്തെ ഒരു ഇതാണ്. ഇതേപോലെ തന്നെ ഒന്ന് കിട്ടിയിരുന്നു, നമ്മൾ ചോറ് വയ്ക്കാനാണെന്ന് പറഞ്ഞത്, അതേപോലെ തന്നെയാണ് ഈ ഒരു ചെമ്പും. അപ്പോൾ അവർ തന്നാണ് ഗിഫ്റ്റ്. ഈ വർണ്ണാക്കര ഉള്ളത് എൻ്റെ അച്ഛമ്മൻ്റെ
ആങ്ങളൻ്റെ വീടാണ്. അച്ഛമ്മൻ്റെ വീടാണ് വരണാക്കര, പുത്തനത്താണി വരണാക്കര ഉള്ളത്. അപ്പോൾ അവർ തന്നാണ്. പിന്നെ ഇതാ വേറൊരു ഗിഫ്റ്റായിട്ട് ഇത് നമ്മൾ ചെറിയ ചെറിയ പ്ലേറ്റ്, അതുമാതിരി വലിയ പ്ലേറ്റ് അങ്ങനെ അടങ്ങിയൊരു ഡിന്നർ സെറ്റ് കേട്ടോ. ചെറിയൊരു ഡിന്നർ സെറ്റാണ്. ഞാൻ പിന്നെ ഫോൺ വല്ലാണ്ട് പുറത്തിറക്കിയിട്ടില്ല. പിള്ളേരെന്ന് വെച്ചാൽ ഇത് കണ്ടാൽ പിന്നെയും വന്ന് നമ്മൾ പൊളിക്കണ കണ്ടാൽ പിന്നെയും വരികയാണ്. കണ്ടോ ഞാനിരിക്കണ കോലം കണ്ടോ, കാല് രണ്ടും നീട്ടിയിട്ടപ്പോൾ ഇരിക്കണത്. ഞാൻ കാലിന് വയ്യാനിട്ട് മനുഷ്യനെ കുറേ നേരമില്ല, 1 മണിക്കൂറിലേറെ ഞങ്ങൾ ഈ ഇരുത്തം തുടങ്ങിയിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കണുണ്ട്. എനിക്കാണെങ്കിൽ മുട്ടും കാല് വേദനിച്ചിട്ട് വയ്ക്കില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വലിയ പ്ലേറ്റും ഉണ്ട്, ചെറിയ പ്ലേറ്റും ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ തുറന്ന് നോക്കി. രണ്ടും വ്യത്യാസമായിട്ടാണ് എന്ന് വെച്ചാൽ വേറെ പൂവിൻ്റെയാണ്, എന്നാലും ഞാനതൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയണമല്ലോ. പിന്നെ അതാ ചെറിയ 2 ബൗളുകൾ അതിൻ്റെ കൂടെ കിട്ടിയത്. ഇതും പേരില്ലാത്ത ഒരാളെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീകുട്ടിയൊക്കെ പൊളിച്ചതാക്കി തന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അതാ ഒരു ഉരുളിയാണെന്ന് പറഞ്ഞിട്ട് ഉണ്ണിൻ്റെ കയ്യിൽ കൊണ്ടു തന്നാണ് ഈ ഒരു സാധനം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉരുളി തന്നെയാണ്. ഇതിലും പേരില്ല. അപ്പോൾ പിന്നെ ഈ പാത്രം കണ്ടപ്പോൾ ഞങ്ങൾക്ക് പായസം വെക്കേണ്ട ഓർമ്മ. അപ്പം ഞാൻ ചോദിക്കുകയായിരുന്നു, പായസം വെക്കേണ്ട സുധേട്ടവിടെ പാല് കൊണ്ടുവച്ചിരുന്നു, നിങ്ങൾ പാല് വെച്ചതിന് സേമിയ വാങ്ങി 2 പാക്ക് വാങ്ങിയിരുന്നു. അന്നൊരു പാക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു പാക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പായസം ഉണ്ടാക്കേണ്ടതെന്നാണ് ചോദിക്കണേ. അപ്പോൾ ഇനി ആ പാത്രത്തിൽ പായസം ആക്കാൻ വെച്ച് കുറേ ആൾക്കാരുള്ളതല്ലേ. അപ്പോൾ ഞങ്ങൾ വലിയ പാത്രത്തിൽ പായസം ഇതാക്കാൻ വെച്ച്. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് പറഞ്ഞത് എൻ്റെ +2 ഫ്രണ്ട്സായ ശരണ്യ, ചിന്നു, അതായത് മിഥുഷ, വൈശാഖ്, അർജുന്. അപ്പോൾ ഇവരിൽ ആകെ ശരണ്യ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അവർ 4 പേരും ഗ്രൂപ്പായിട്ട് വാങ്ങിയൊരു ഗിഫ്റ്റാണിത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലവറാണ്. അവൾ ഇവിടെ വളാഞ്ചേരിൻ്റെ ഇവിടെ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നു. അവിടെ ഞാൻ വിളിച്ചപ്പോൾ അവൾ ഹൈപ്പർ മാർക്കറ്റിലാണെന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പോഴേക്കും മനസ്സിലായി അവിടെ നിന്നിട്ട് വാങ്ങിയതായിരിക്കുന്നു, വളാഞ്ചേരിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കുക്കറിൻ്റെത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതും കുക്കറാണോ എന്നിങ്ങനെ വിചാരിച്ചു. ചിലപ്പോൾ എത്രാമത്തെ കുക്കറാണെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ അത് പിന്നെ നമ്മൾ പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഈ ഒരു 2 സാധനം കിട്ടി. ഇതെന്തായാലും നല്ലൊരു ഇഷ്ടമായിട്ടോ, ഈ ഒരു ഫ്ലവറിൻ്റെ ഇതിട്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ഇഷ്ടമായി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കണത് നമ്മൾ TV ഫിറ്റ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ TVൻ്റെ അവിടെ വെക്കാമെന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇവിടെ വെക്കുകയാണെന്നോ ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ ഈ ഷോക്കേസിൻ്റെ അവിടെ ഇട്ട്. അപ്പോൾ സുധേട്ടനൊന്നും വേണ്ട, നമുക്ക് TVൻ്റെ 2 സൈഡായിട്ട് വെക്കാമായിരുന്നു. അപ്പോൾ അവർ തന്ന ഗിഫ്റ്റാണത്. പിന്നെ അടുത്ത വേറൊരു ഗിഫ്റ്റ് ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് തന്നത് കുളമംഗലം സ്റ്റീൽസാണ്. എന്ന് വെച്ചാൽ സുധിയേട്ടൻ സാധനങ്ങളൊക്കെ എടുക്കണം, അവർക്ക് പണിക്കുള്ള ഇരുമ്പും ഷീറ്റും കാര്യങ്ങളും പൈപ്പൊക്കെ എടുക്കണം. അവർ തന്ന ഗിഫ്റ്റാണ് ഇത്. നമ്മൾ പൊട്ടിച്ച് വയ്ക്കിയപ്പോൾ ഒരു കുക്കറാട്ടോ അവർ തന്നെ. അതുകൂടാതെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള വത്സലേച്ചി അവർ ഒരു ഡിന്നർ സെറ്റ്, അത് പാല് കാച്ചലിന് കൊണ്ടു തന്നിരുന്നു. പിന്നെ ഞങ്ങളിവിടെ അടുത്തുള്ള മൂസാക്ക, അത് ഞാൻ പറഞ്ഞെന്ന് തോന്നണം, ആശ വീട്ടിൽ നിന്ന് അവരുടെ ബെഡ്ഷീറ്റ് ഒക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, എന്ന് വെച്ചാൽ കാണിച്ചില്ലായിരുന്നു, ആ ഒരു ഇതുകൊണ്ടാട്ടോ. പിന്നെ അതുകൂടാതെ ഞാൻ ആ ബാക്കി നിർത്തിയത്. പിന്നെ ഞങ്ങളന്ന് ഗിഫ്റ്റ് പൊളിച്ചന്ന് രാത്രി, ഞായറാഴ്ച രാത്രി ഞങ്ങളിവിടെ കരുണയത്തെ നേഴ്സുണ്ട്, അത് സുധിയേട്ടൻ്റെ അറിയണതാണ്. എന്നുവെച്ചാൽ അവരെ വീട്ടിലത്തെ വർക്കൊക്കെ സുധിയേട്ടനാണ് ചെയ്തത്. പിന്നെ അതിന് മുന്നേ അങ്ങനെ വർക്കിൽ തുടങ്ങിയ പരിചയമാണ്. അപ്പോൾ അവരെ വിളിച്ചിരുന്നു, അവരെ മോള് നേഴ്സിൻ്റെ മോളും വന്നിരുന്നു. അപ്പോൾ അവരും കുക്കറാണ് തന്നത്. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാനിത് ലീവിങ് നട്ടെടുക്കണേ, കണ്ണമ്മ ഇവിടെ സോഫയിൽ കിടന്നുറങ്ങുകയാണ്. പിന്നെ ഇതിൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോ എന്തായാലും അടുത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതപ്പോൾ നാളെ എന്തായാലും പ്രതീക്ഷിക്കാം എൻ്റെ വീടിൻ്റെ ഹോം ടൂർ. അത് ഞാൻ പാല് കാച്ചണ അന്ന് എടുത്താണ് കേട്ടോ ഹോം ടൂർ. അപ്പം അതെന്തായാലും നാളെ വരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ, ഈ 2 പാർട്ടായിട്ടുള്ള ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അവരൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി അമർത്തുക, എന്നാലേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.